ഹലോ, വെൽക്കം ടു ഇന്ത്യൻ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോവളത്ത് ആദിശക്തി റിസോർട്ടിലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലയൻറ്റ് ഫെബ്രുവരിയിലേക്ക് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലോൺ ഏരിയ. സോ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വെന്യൂ എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടി ആണെന്നാണ് കണ്ടത്. സോ അപ്പം ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത്, വേറെ എന്തൊക്കെ അമ്യൂണിറ്റീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പോയി കണ്ടിട്ട് വരാം. വെളിയിലും പിന്നെ അവിടെ ഇവിടെ ഒരു കോൺഫറൻസ് ഹോളും ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഹൽദി വെന്യൂ മെയിനായിട്ട് നമ്മൾ നോക്കാൻ വന്നേ, പക്ഷേ എല്ലാം കണ്ടിട്ട് പോയേക്കാം. ഇവിടെ താഴെ ഒരു ആയുർവേദ സെൻറ്റർ ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അവിടെ നമ്മൾ ഒരു ബ്രോഷർ ഞാൻ കണ്ടായിരുന്നു, ഒരു സ്റ്റാൻഡി സ്പായുടെയൊക്കെ. പിന്നെ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്നിവിടെ, ലയൺസ് ക്ലബിൻ്റെ കുറച്ച് സ്റ്റാൻഡീസൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും രാവിലെ വെയിലിന് മുമ്പ് വന്ന് ഇവിടെ വെന്യൂ കാണാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ ഒരു ചെറിയൊരു ലോൺ ഏരിയ ഉണ്ട്, പക്ഷേ ഇവിടെ വലിയൊരു പ്രോഗ്രാം ഒന്നും നടത്താൻ പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു ഫോട്ടോ ബൂത്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. ഇതിനി അങ്ങനെ ഒരു വെന്യൂ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണെന്ന് അറിയില്ല. ബിക്കോസ് ഇവിടെ ഒരു ചെറിയ ആമ്പൽക്കുളവും സെറ്റപ്പും ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റ് വ്യൂ കിട്ടുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ആ പൂളും വരുന്നത്. ഇതിൻ്റെ താഴെയാണ് നമ്മൾ നോക്കാൻ വന്ന ലോൺ ഏരിയ, നമ്മളുടെ വെന്യൂ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതെല്ലാം കണ്ട് അങ്ങനെ പോകാമെന്ന് വെച്ചു. ഇവിടെയും മേ ബി എനിക്ക് തോന്നുന്നു ഒരു 10-20 പേർക്കൊക്കെ ഉള്ളൊരു ഫംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടത്താൻ പറ്റുമായിരിക്കും. ഒരു സ്പീക്കറും ഡെക്കോറും ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചൊരു കൺജസ്റ്റഡ് ആവും. പക്ഷേ ഈ ചെറിയ ഫംഗ്ഷൻസിനൊക്കെ മേ ബി കൊള്ളാം. ചിലർ പറയാറുണ്ട് ഭയങ്കര വലിയ സ്പേസാണ്, നമുക്ക് ആൾ കുറവാണ് എന്നുള്ള സംഭവം പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. ഇതേ ഞാനാ പറഞ്ഞ ആമ്പൽക്കുളം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പൊതുവെ എല്ലായിടത്തും പൂളൊക്കെ ഉള്ളത്, ആമ്പൽക്കുളം അങ്ങനെ കാണാറില്ല. അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. ഇവിടെ ശരിക്കും ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഒരു ചെറിയ ഡെക്കോറിന് പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ഒരു ലോൺ ഏരിയയിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 50x20 അപ്രോക്സിമേറ്റ് ആ ഒരു സൈസൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് തന്നെ ഡേ ടൈമിലുള്ള പ്രോഗ്രാമിനൊക്കെ വലിയൊരു പ്രശ്നം വരത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ചെറിയൊരു വെയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലാവും എന്ന് തോന്നുന്നു. ഇവിടെ ചെറിയൊരു തട്ടുകട എന്ന് പറയുന്ന ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഒരു ഫോട്ടോ ബൂത്തായിട്ടൊക്കെ ചെയ്യാം. കാരണം നമ്മൾ ശരിക്കും ഈ ഹോളുകളിലൊക്കെ ചെയ്യുമ്പോൾ അവിടെ തട്ടുകടയൊക്കെ ബിൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു പൊളിഞ്ഞു വീഴാറായ തട്ടുകട സെറ്റപ്പിൽ അങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മൊത്തത്തിൽ കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ആ പൂൾ സൈഡിലായിട്ടും കുറച്ചൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പൂൾ പാർട്ടിയൊക്കെ നടത്താനും ഒക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട്. ഒരു 55x35 ആ ഒരു സൈസിൽ ഒരു ഏരിയ ഇവിടെയും ഉണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 1, 2 നമ്മൾ നോക്കാൻ വന്ന ലോൺ ഏരിയ 3, പിന്നെ എൻ്റെ റൈറ്റ് സൈഡിലായിട്ടും ഉണ്ട്. നമുക്ക് അവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് പോകാം. കാരണം എന്തായാലും ഈ ഒരു വെന്യൂ നോക്കി വരുന്നവർക്ക് ഇതിലേതെങ്കിലുമൊക്കെ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും.
നോർമലി ചിലയിടത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വെന്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു വെന്യൂവിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കും. ഇവിടെ ഇപ്പം ശരിക്കും ചെറിയൊരു ഫംഗ്ഷനും വലിയൊരു ഫംഗ്ഷനും എല്ലാം പറ്റിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ട് എല്ലാം നോക്കിയിട്ട് പോവാം. ഇനി നമുക്ക് ആ താഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിന്നതിൻ്റെ, അതായത് നമ്മുടെ പൂൾ സൈഡിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളൊരു ഒരു ലോൺ ഏരിയ എന്നും പറയാൻ പറ്റില്ല. ആക്ച്വലി അവിടെ കുറച്ച് ഗ്രാസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോഗ്രാമിന് പറ്റിയ ഒരു ഏരിയയൊക്കെയാണ്. അതിവർ വെന്യൂ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. നമ്മളുടെ കണ്ണിലൂടെ നോക്കിയപ്പോൾ കൊള്ളാം. പിന്നെ ഒരു എൻഗേജ്മെൻറ്റോ റിസപ്ഷനോ ഒക്കെ ആണെങ്കിലും കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ആദിശക്തി എന്നുള്ള പേരായതുകൊണ്ട് തന്നെ കുറേ മ്യൂറലും ആ ഒരു ട്രഡീഷണൽ സാധനങ്ങളൊക്കെ ഇവിടെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനാ പറഞ്ഞത് ഇവിടെ കുറച്ച് ഇവിടെ നല്ല കേട്ടോ. ഇവിടെ എവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രെയിംസ് ആട്ടോ. കുറേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് എന്തായാലും പോകുന്നുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ നോക്കാൻ വന്ന ആ ഒരു വെന്യൂലേക്കാണ് പോകുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുളമുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇവിടെ തന്നെ വേണ്ട ഫിഷൊക്കെ, ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് വേണ്ട ഫിഷ് വല്ലതും ആയിരിക്കണം. അവിടേക്ക് ഇറങ്ങരുത് എന്നുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ലോണിലോട്ട് പോകാനുള്ള വഴി ഇത് മാത്രമല്ല കേട്ടോ. നമ്മൾ ഈ വഴി ഇങ്ങനെ കുറേ നമ്മളുടെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, എവിടെ വെന്യൂ കണ്ടു കഴിഞ്ഞാൽ അത് ഫുള്ള് ഫോട്ടോ എടുത്ത് വെക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കി നോക്കി നമ്മൾ കറങ്ങി ഇതുവഴി വന്നതാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം പ്ലുമേറിയ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് പ്ലുമേറിയ. അതിനകത്ത് എന്താണെന്ന് അറിയത്തില്ല, പൂവൊന്നും ഉണ്ടായി കണ്ടിട്ടേ ഇല്ല. ഇവിടെ എല്ലാത്തിലും പൂവൊക്കെ ഉണ്ട്. ഇവിടെ ഓൾറെഡി 2 ടെൻറ്റ് ഇവർ തന്നെ പെർമനൻ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 അറേബ്യൻ ടെൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇവിടെ ഓപ്പൺ ഏരിയ പ്രോഗ്രാംസൊക്കെ നടക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുഡ് കൗണ്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം. 20x20 സൈസിൽ 2 പഗോഡയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലോൺ ഏരിയ നമ്മൾ നോക്കാൻ വന്നത്. അതായത് ഇപ്പോൾ ഇതുവരെ കണ്ടതൊക്കെ ലോൺ ഏരിയ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ നോക്കാൻ വന്ന നമ്മളുടെ വെന്യൂ. അത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ വെന്യൂ ഇതാണ്. അപ്പോൾ അവർ ഓൾമോസ്റ്റ് അടുത്ത വർഷം ഫെബ്രുവരിയിലേക്കാണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സജഷൻസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 1000 ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള രീതിയിലുള്ളൊരു സ്പേസ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 500 ആൾക്കാരുടെ ഫംഗ്ഷനേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനൊരു വെന്യൂവിനെ പറ്റി മുമ്പ് അറിയില്ലായിരുന്നു. സോ ഇതുപോലെയുള്ള ഇവൻറ്റ് പ്ലാനേഴ്സിന് ക്ലയൻസിന് റെഫർ ചെയ്യാനും, അതല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസ് തന്നെ നോക്കുമ്പോഴായാലും പലരും ചോദിക്കാറുണ്ട് കുറച്ച് ഒതുങ്ങിയ സ്ഥലങ്ങൾ, അതായത് ഭയങ്കര ഇങ്ങനെ എല്ലാവരുടെയും ഒരു ബഹളമുള്ളൊരു സ്ഥലം അല്ലാതെ കുറച്ച് ഒതുങ്ങിയ സ്ഥലങ്ങളുണ്ടോ, നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ഫംഗ്ഷനാണ് എന്നുള്ള രീതിയിൽ പലരും ചോദിക്കാറ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് എല്ലാ വെന്യൂസിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിനൊരു 200 ഫീറ്റ് നീളമൊക്കെ വരുന്നുണ്ട്. പക്ഷേ വീതി വന്നിട്ട് ഒരു 30, 40, 50 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 30 ഫീറ്റൊക്കെയാണ് ആ ഒരു സെൻറ്റർ പോർഷൻ വരുന്നത്, ബിക്കോസ് ആ ഒരു പില്ലേഴ്സൊക്കെ വന്നിട്ട്. പക്ഷേ ബാക്കിലേക്ക് പോകുമ്പോൾ ഒരു 40-50 ഫീറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോൺ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് പോകുമ്പോഴാണ് മുകളിൽ നിന്ന് ഞാൻ പറയില്ലായിരുന്നു ഇവരുടെ ഒരു ആയുർവേദ സ്പായുടെ ഒരു ബോർഡ് കണ്ടുവന്നത്. അപ്പം നമ്മൾ അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ആ ഒരു സ്പായൊക്കെ ചെയ്യുന്ന സ്ഥലം എന്ന്. അപ്പോൾ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ തന്നെ കുറച്ച് ഭംഗിയായിട്ടുള്ളൊരു ബിൽഡിംഗ്, ഒരു ട്രഡീഷണൽ സെറ്റപ്പിലുള്ളൊരു ബിൽഡിങ് കണ്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചു. കാരണം അവർ പറയുകയുണ്ടായി ഇത് അവർക്ക് ഡേ ആൻഡ് നൈറ്റ് എന്നുള്ള ഒരു ഇതൊന്നും ഇല്ല. ജസ്റ്റ് ഇപ്പം അവർക്ക് ഫങ്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ ആ ഗസ്റ്റിനാണെങ്കിലും ജസ്റ്റ് മസാജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ലൊരു ആംബിയൻസാണ്. നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റൽ, ഒരു ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുന്നൊരു ലുക്കും ഒക്കെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്ത സമയത്ത് അവരിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഫംഗ്ഷന്, ഹൽദി ഫംഗ്ഷന് എന്താണ് വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. അത് കൊടുക്കുന്ന സംഭവം ഗസ്റ്റിന് ഭയങ്കര കംഫർട്ടബിൾ, അല്ലെങ്കിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാധനം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിച്ചു, ഇവർ ഈ ഡാൻസൊക്കെ ചെയ്തിട്ട് വന്നിട്ട് കാലിനൊക്കെ ഭയങ്കര വേദന എടുത്തിട്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫുഡ് മസാജ് കൊടുക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആ വെഡ്ഡിങ്സൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് പലപ്പോഴും അവരും സെയിം അങ്ങനെ ഒരു മസാജ് കിട്ടിയിരുന്നെങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ട, ബിക്കോസ് ഇവിടെ തന്നെ ആൾക്കാരുണ്ട് ഇവർക്ക്. അപ്പം നമുക്ക് അങ്ങനെ ഉള്ള പാക്കേജസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നടന്ന് ക്ഷീണിച്ച്
വന്നിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചേക്കാന്ന് ഓർത്തു. ശരിക്കും ഞങ്ങൾ രാവിലെ ഇറങ്ങിയതായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ വെയിലിന് മുമ്പ് എന്നുള്ള രീതിയിൽ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇനി നമുക്ക് ഞങ്ങൾ പോകാമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഓൾറെഡി ഇനിയൊരു റൂഫ് ടോപ്പ് വെന്യൂവും പിന്നെ അതുപോലെ തന്നെ ഒരു ബാങ്കറ്റ് ഏരിയയും ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെയും കൂടി വീഡിയോ എടുക്കണം. പക്ഷെ അതുവരെ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ക്യാമറാമാനും രാഹുൽ നായർക്കൊപ്പം ഞാനും ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. പുറകിൽ ഇരിപ്പുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസ് എനിക്കല്ല, 2 പേർക്കും കൂടെ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം റെസ്റ്റോറൻറ്റും അത്യാവശ്യം നല്ലതാണ്. ഈവൻ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഭയങ്കര നല്ല കോർപ്പറേറ്റീവാണ്. എല്ലാവരും നമ്മൾ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര നന്നായിട്ട് നമുക്ക് വേണ്ട സപ്പോർട്ടിന് എല്ലാവർക്കും, അത് നമ്മളോടൊന്നല്ല കേട്ടോ, പൊതുവെ എല്ലാവരോടും ഇവർ നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വള്ളത്തിലൊക്കെയാണ് ഇങ്ങനെ ഈ ഫുഡ് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ബൊഫയൊക്കെ. മൊത്തത്തിൽ ആംബിയൻസ് റെസ്റ്റോറൻറ്റിലും ഓക്കെയാണ്. ഭയങ്കര വലിയൊരു സൈസ് റെസ്റ്റോറൻ്റ് എന്നല്ല, അത്യാവശ്യം നമുക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു നല്ലൊരു പ്ലേസ്. പിന്നെന്താ പറയുക, അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ആ ഒരു ബാങ്കറ്റ് ഹോളും പിന്നെ നമ്മുടെ ആ ഒരു റൂഫ് ടോപ്പിൽ ഉള്ള ആ ഒരു വെന്യൂവും ഒന്ന് കണ്ടേക്കാം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പോകാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഇതിനോട് ചേർന്ന് തന്നെ സീ വ്യൂ ഉണ്ട്. പക്ഷേ അതായത് അടുത്ത് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന രീതിയിലല്ല, പക്ഷേ റൂഫ് ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ സീ കാണുന്ന രീതിയിലാണ് ഈ ഒരു വെന്യൂവിന് മൊത്തത്തിലുള്ളൊരു ആംബിയൻസ്. പിന്നെ ഒരു 47 റൂംസ് എന്തോ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ 1-2 റൂംസ് നമ്മളുടെ ഈ ഒരു വെന്യൂവിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ പുറത്തുനിന്നൊരു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുള്ളായിട്ട് ഈ റൂംസ് എല്ലാം എടുത്ത് ഇവിടെ പ്രോഗ്രാം നടത്തി തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വെന്യൂ ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ റൂഫ് ടോപ്പിലുള്ള ആ ഒരു ഹോള്. അത് ശരിക്കും ഒരു 100-150 ആൾക്കാരുടെ ഫങ്ഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് മാത്രമല്ല ഡേ ടൈം ആയിട്ട് തന്നെ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ബിക്കോസ് ഇവിടെ നമ്മുടെ ആ ഒരു സീ വ്യൂ എന്ന് പറഞ്ഞ ഏരിയയും ഇവിടെ തന്നെയാണ്. അപ്പം ആ ഒരു നൈറ്റ് ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമായിരിക്കും ഇത്. ഇവിടെ വന്നിട്ട് ഒരു ഫാനിൻ്റെയോ അങ്ങനെ ഒരു ആവശ്യമൊന്നും ഇല്ല. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട്. അപ്പം നൈറ്റ് പ്രോഗ്രാംസിനൊക്കെ അടിപൊളി വൈബ് സ്ഥലമാണ്. പിന്നെ എന്തെങ്കിലും ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ബാങ്കറ്റ് ഹോള്. ഇത് AC ഹോളാണ്. ഒരു ബിലോ 100, ഒരു 70-80 ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് അക്കോമഡേറ്റ് ചെയ്യാം. ബിലോ 100 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, തിയേറ്റർ സീറ്റിംഗ് ആണെങ്കിലും. ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മൾ താഴെ വന്നപ്പോഴൊക്കെ ഒരു സ്റ്റാൻഡീസ് കണ്ടിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അവരെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ആദിശക്തിയുടെ ഫുൾ പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞു. നമ്മുടെ ക്ലയൻറ്റിന് ആകെ ഇവിടെ ചെറിയൊരു ഏരിയ മതിയായിരുന്നു, പക്ഷേ നമ്മൾ ഫുൾ പ്രോപ്പർട്ടിയും കണ്ടു. അപ്പം ആൾക്കും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല ട്രിവാൻഡ്രം ബേസ്ഡ് ചെയ്തിട്ടായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാംസ് നടത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു 5 വെന്യൂസ് ഉണ്ട്. പല രീതിയിലുള്ള 5 വെന്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കോർപ്പറേറ്റ് ഇവൻറ്റ്സോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗദേഴ്സോ വെഡ്ഡിങ്, എൻഗേജ്മെൻറ്റ്, റിസപ്ഷൻ അങ്ങനെ എല്ലാത്തിനും പറ്റിയ സ്ഥലമുണ്ട് ഇവിടെ. സോ അപ്പം അത് മാത്രമല്ല ഇവരൊരു ഡേ ഔട്ട് പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഒരു രാവിലെ 10 മണി ടു വൈകിട്ട് 4 മണി 5 മണി എന്നുള്ള രീതിയിൽ ഡേ ഔട്ട് പാക്കേജും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഇവിടെ ഗെയിമിങ്ങിനും ഒക്കെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസും ഒരു ആംബിയൻസും ഏരിയാസും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പം ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് നോക്കുകയുള്ളൂ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്സ് ഫോക്കസ് ചെയ്ത് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പം പുറത്തുനിന്നൊക്കെ വന്നിട്ട് പലരും കേരളത്തിൽ വെഡ്ഡിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. അപ്പോൾ സോ നിങ്ങൾക്കാണെങ്കിലും കുറച്ചും കൂടി എല്ലാം അടുത്താണ്. അതായത് എയർപോർട്ട് അല്ലെങ്കിൽ അമ്പലങ്ങൾ, ഇവിടെ കോവളത്ത് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുമാത്രമല്ല മസാജും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ഫുൾ റിലാക്സിങ് മോഡായിട്ടുള്ള ഒരു ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾ പുറത്താണ്, അപ്പം ഏതെങ്കിലും വെന്യൂസിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസോ ഒക്കെ
വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയുക. നമ്മൾ സൈറ്റ് വിസിറ്റിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും അത് എടുത്തു തരാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളുടെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യണം. അതുമാത്രമല്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഷെയർ ചെയ്യണം. താങ്ക് യു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് പറയണം കേട്ടോ. നമ്മളുടെ വീഡിയോസ് എല്ലാം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബിക്കോസ് അതിനകത്തൊക്കെ എറേഴ്സ് ഉണ്ട്. ഒന്നും നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സാധനമല്ല. എസ്പെഷ്യലി ഞാനാണെങ്കിൽ എന്താണോ ലൈവായിട്ട് കാണുന്ന ആ ഒരു സാധനം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.